नहमदुहु व नस्तईनुहु व नस्तगफिरु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना मन यहदिनिल्लाहु फला मुदिल्ल लहु व मन युद्लिल फला हादिय लहु व अशहदु अन ला इलाहा इल्लल्लाहु वहदहु ला शरीक लहु व अशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु अरसलहु बिलहुदा व दीनिल हक़ लियुज़हिरहु अलद्दीनि कुल्लिहि वलौ करिहल मुश्रिकून। अल्लाहुम्मा सल्लि अला मुहम्मदिन व अला आलि मुहम्मद कमा सल्लैत अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अम्मा बअद फ़इन्न खैरल कलामि कलामुल्लाह व खैरल हदी हदी मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्ल मुहदसतिन बिदअ व कुल्ल बिदअतिन ज़लाला व कुल्ल ज़लालतिन फिन्नार। या अय्युहल्लज़ीना आमनुत्तक़ुल्लाह हक़्क़ तुक़ातिहि वला तमूतुन्न इल्ला व अन्तुम मुस्लिमून। या अय्युहन्नासुत्तक़ू रब्बकुमुल्लज़ी खलक़कुम मिन नफ्सिन वाहिदा व खलक़ मिन्हा ज़ौजहा व बस्स मिन्हुमा रिजालन कसीरन व निसाअ वत्तक़ुल्लाहल्लज़ी तसाअलून बिही वल अर्हाम इन्नल्लाह कान अलैकुम रक़ीबा। या अय्युहल्लज़ीना आमनुत्तक़ुल्लाह व क़ूलू क़ौलन सदीदा युस्लिह लकुम अअमालकुम व यग़फिर लकुम दुनूबकुम व मन युतिइल्लाह व रसूलहु फ़क़द फ़ाज़ फ़ौज़न अज़ीमा। अऊज़ु बिल्लाहि मिनश शैत्वानिर रजीम। व इज़ा सअलक इबादी अन्नी फ़इन्नी क़रीब उजीबु दअवतद दाइ इज़ा दआन फल्यस्तजीबू ली वलयुमिनू बी लअल्लहुम यर्शुदून। സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് റബ്ബിൻ്റെ മുമ്പിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് സകലമാന കർമ്മങ്ങളെക്കുറിച്ചും വിചാരണ ചെയ്യുന്ന പരലോകത്തെ ഭയന്ന് രഹസ്യജീവിതവും പരസ്യജീവിതവും വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും അടിസ്ഥാനമാക്കി ശുദ്ധീകരിക്കണമേ എന്ന് എന്നോടെന്നപ്പോൾ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു തആല പവിത്രമായ ഈ റമദാനിലെ നമ്മൾ ചെയ്യുന്ന എല്ലാവിധ പുണ്യകർമ്മങ്ങളും നമ്മൾ നിന്ന് സ്വീകരിച്ച് പരലോകത്ത് നോമ്പുകാർക്കുള്ള റയ്യാൻ എന്നുള്ള സ്വർഗ കവാടത്തിലൂടെ സ്വർഗത്തിലേക്കെത്താനുള്ള സൗഭാഗ്യം നൽകി നമ്മയും കുടുംബത്തെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കി, ഫൗണ്ടേഷൻ അടിത്തറ റെഡിയായിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് ഓരോ സ്റ്റെപ്പും ഓരോ വരിയും പടുത്തുയർത്താൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായിട്ടാണ്, അത് ഉൾക്കൊണ്ടിട്ടാണ്, അത് മനസ്സിലാക്കിയിട്ടാണ് നമസ്കാരം പറയേണ്ടതെന്നും ആ നമസ്കാരം ക്ലിയറാകുമ്പോഴാണ് സക്കാത്ത് പഠിപ്പിക്കേണ്ടതെന്നും സക്കാത്ത് ശരിയായാലാണ് നോമ്പ് പഠിപ്പിക്കേണ്ടതെന്നും
നോമ്പും ശരിയായാലാണ് 5-ാമത്തെ വരിയായ ഹജ്ജ് നിർവഹിക്കേണ്ടതെന്നും അത് പറഞ്ഞു കൊടുക്കേണ്ടതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുമ്പോൾ പറയുന്ന പ്രത്യേകമായി പറഞ്ഞു കൊടുക്കുന്ന സന്ദേശമാണ്. റമളാനുമായി ബന്ധപ്പെട്ട് നമ്മളെ പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം തുടങ്ങിയുള്ള ആ വചനങ്ങൾ എല്ലാവർക്കും മനഃപ്പാടമാകുമാർ റമളാനിൽ നമ്മൾ കേൾക്കുന്നു. ആ ആയത്തുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടക്കാണ് വീണ്ടും റമളാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടക്കാണ് വൈദാ സഅലക ഇബാദി അന്നി, എൻ്റെ അടിയാറുകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം പ്രവാചകരെ, ഫഇന്നി ഖരീബ്, ഞാൻ നിങ്ങളെ സമീപസ്ഥനാണ്. അല്ലാഹു നമ്മുടെ ഏറ്റവും അടുത്താണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, കണ്ടനാടിയേക്കാൾ അടുത്താണ് എന്ന് പറഞ്ഞാൽ റബ്ബ് നമ്മളെ സദാ നമ്മളെ കണ്ടനാടിയേക്കാൾ അടുത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹ് അത്രയും നമ്മളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. ആ നിലക്ക് 7 ആകാശത്തിലെ മുകളിലെ റബ്ബ് എല്ലാം കൃത്യമായി അറിഞ്ഞും കേട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനും കാത്തിരിക്കുന്നു. അതുകൊണ്ട് അത്രക്കടുത്താണ്. ഒരു മേശയുണ്ടാക്കിയ, ഒരു അലമറയുണ്ടാക്കിയ ഒരാശാരി ആ ഒരു കാതൽ എവിടെയാണ്, അല്ലെങ്കിൽ ഒരു കാതൽ ഒരു കേടുള്ള ഭാഗം, ഒരു പൊത്തുള്ള ഭാഗം അതിങ്ങോട്ട് ചുരണ്ടിയെടുത്ത് അവിടെ നല്ലൊരു കഷ്ണം വെച്ച് ഒരു തേക്കിൻ്റെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ വരച്ച് റെഡിയാക്കി പുറത്തേക്കിട്ട് വെച്ചിട്ട് ആ അലമാര വിൽക്കാൻ വെക്കുമ്പോൾ മിയാണ്, ഫുള്ള് ഗ്യാരണ്ടിയാണെന്നൊക്കെ പറഞ്ഞാൽ, പക്ഷെ ആ ഉണ്ടാക്കിയ ആശാരിക്ക് അറിയാലോ ഇതിൽ ഇന്ന ഭാഗം കേടാണ്, ഇന്നത് ആണെന്നുള്ളത്. അള്ളാഹ് പറയാണ്, വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ ഉണ്ടാക്കിയത് ഞാനാണ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് ഞാൻ അറിയും. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ കണ്ടനാടിയേക്കാൾ അടുത്താണ് ഞാൻ. സൂറത്ത് ഖാഫിലുള്ള അല്ലാഹു പറഞ്ഞു. അതെ, വൈദാ സഅലക ഇബാദി അന്നി, എന്റെ അടിയാറുകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം പ്രവാചകരെ, ഫഇന്നി ഖരീബ്, ഞാൻ നിങ്ങളെ സമീപസ്ഥനാണ്. അതുകൊണ്ട് ഉജീബു ദഅവത്ത ദാഇ ഇദാ ദഅനി, പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിക്കട്ടെ. ഫലസ്തജീബു ലി, ഞാൻ അവർക്ക് ഉത്തരം നൽകാം. വൽ യുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ, അവർ നേർമാർഗം പ്രാപിക്കാൻ, അവർ യഥാർത്ഥ വിശ്വാസികളെ നേർമാർഗം പ്രാപിക്കാനുള്ള വഴി അള്ളാഹു നമുക്ക് പറഞ്ഞുതരും. സഹോദരങ്ങളെ, ഈ പവിത്രമായ റമളാനിൽ ആളുകൾ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം അതിൻ്റെ ഇടയിൽ പലരെയും വെച്ച് പ്രാർത്ഥിക്കുന്നൊരവസ്ഥ, അതെ, മറ്റുള്ളവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടുന്ന രീതി, അത് ഇന്നും ഇന്നലെയുമല്ല. അതെ, നൂഹ് നബി അലൈഹി വസ്സലാമിന്റെ കാലം മുതൽ വദ്, സുവാഹ്, യഅൂഖ്, നസ്ർ പോലത്തെ ഔലിയാക്കന്മാര് വഴി അള്ളാഹുവോട് പ്രാർത്ഥിച്ചപ്പോഴാണല്ലോ അത് പാടില്ല. യാ ഖൗം, ഏ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ റബ്ബിനെ ആരാധിക്കണം, ഈ ഇലാഹുകൾ വെടിയണം എന്ന്. അങ്ങനെ തുടങ്ങി ഓരോ പ്രവാചകന്മാരെയും അള്ളാഹു അയക്കുമ്പോഴെല്ലാം ആളുകൾ ഷിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി വസ്സലാം, ഇസ്മായിൽ നബി അലൈഹി വസ്സലാം ആ കഅബാലയം പണിത് എല്ലാ നിലക്കും ശുദ്ധീകരിക്കപ്പെട്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞ് ഇപ്പോഴും ആ വിളിക്കുത്തരം നൽകാൻ ഉംറക്ക് പോകുന്നവർ, ഇനി ഹജ്ജിന് പോകാറുള്ളവർ എല്ലാവരും എന്ത് ചെയ്യുന്നു? ആ റബ്ബിനോട് വിളിച്ച്, റബ്ബിനോട് പ്രാർത്ഥിച്ച് ചൊല്ലാൻ പഠിപ്പിച്ച രീതി. അതെ, എന്നാൽ അവിടെയും നമുക്ക് കാണാം എന്ത്, മക്കം ഫത്താകുമ്പോൾ വീണ്ടും ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ്, പ്രവാചകന്മാരെ കാലം കഴിഞ്ഞ്, അവിടെ മക്കം ഫത്താകുമ്പോൾ ഇപ്പൊ ഈസാ നബി അലൈഹി വസ്സലാമിന്റെ കാലം, അവിടെയൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അവരൊക്കെ പഠിപ്പിച്ചത്
ഏകനായ പടച്ചവനോട് പ്രാർത്ഥിക്കണം എന്നാണെങ്കിൽ ഇന്ന് ഭൂരിപക്ഷം ലോകത്തുള്ള ക്രിസ്തീയ സഹോദരങ്ങളും ഈസാ നബിയെ കാക്കണേ, മറിയം ബീവിയെ കാക്കണേ എന്ന് പറയുമ്പോൾ അവരോട് ചോദിച്ചാൽ അവരും പറയും ഞങ്ങള് മധ്യസ്ഥ പ്രാർത്ഥനയാണ് യഹോവ എന്ന് പറയുന്ന പടച്ചോണ്ട്. അതെ, അറബി ബൈബിളിൽ അള്ളാഹു എന്നതിന് യഹോവ എന്ന് പറഞ്ഞു. ആ റബ്ബിലേക്ക് അടുക്കാനാണ് യേശുവിനെയും മറിയത്തെയും വിളിക്കുന്നതെന്നാണ് അവർക്ക് പറയാനുള്ളത്. റസൂലുള്ളാഹിന്റെ കാലം വരുമ്പോൾ, മക്കം ഫത്തഹാകുമ്പോൾ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും വിഗ്രഹമാണ് കഅബാലത്ത് നിന്ന് ആദ്യം എടുത്ത് പുറത്തേക്കിടുന്നത് മക്കം ഫത്തഹിന്റെ സമയത്ത്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞോലോട് തന്നെ, ഇതിനെതിരിൽ പ്രവർത്തിച്ചോലോട് തന്നെ ആ പ്രവാചകന്മാരുടെ വിഗ്രഹം പോലും ഉണ്ടാക്കി വെക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നത് അവിതർക്കിതമാണ്. അതുകൊണ്ട് ഇനിയൊരു പ്രവാചകൻ വരാനില്ല. അതുകൊണ്ട് ഖുർആൻ നമുക്ക് റമളാനെ പറ്റി ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഏറ്റവും ഗൗരവപ്പെട്ട് ഈ കാര്യം എന്തിനു പറഞ്ഞു? മനുഷ്യൻ തെറ്റിപ്പോകല് ഈ ഒരു തൗഹീദ് എന്നാണ്. എല്ലാ അമലും ബാത്തിലാകാൻ. ഇപ്പൊ നമ്മള് നോമ്പ് തുറക്കാൻ സമയത്ത് ആ തരിക്കഞ്ഞിങ്ങനെ പാകമായി വരുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് വീട്ടിലെ വലിയ ഉമ്മ ഒരു 2 തുള്ളി വാനില എസൻസ് ഒക്കെ ഒഴിക്കും പോലെ ഒരു മണ്ണെണ്ണ അയക്കാട്ട് ഒഴിച്ചാൽ എന്താവും? ഒരു ടേസ്റ്റ് കൂടാനാണ് മക്കളെ പറഞ്ഞാൽ. പിന്നെ ആ തരിക്കഞ്ഞിന്റെ പോരിശൊന്നും പറയില്ല, അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യും അതുപോലെ എല്ലാം നല്ല സാധനം ഇട്ടിട്ട് ഉണ്ടാക്കിയെന്ന് എത്ര പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഇതേപോലെ ഫൗണ്ടേഷൻ ശരിയാകാഞ്ഞാൽ, അതായത് നമസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജും ഉണ്ടായിട്ട് കാര്യമില്ല, ശിർക്ക് വന്നാൽ എല്ലാം പൊളിഞ്ഞുപോയി. അതറിയാത്ത ഒരുപാട് ആളുകളാണ് നോമ്പ് നോൽക്കുന്ന നമുക്ക് ചുറ്റുമുള്ളത്. അതിന് ഉദാഹരണമാണ് ഇനി അടുത്ത വെള്ളിയാഴ്ച കഴിഞ്ഞാൽ വരുന്ന ബദരീങ്ങളാണ്ട്. ഓർത്തോക്കി എന്താ പ്രശ്നം? ഇപ്പം തന്നെ പോത്തിനൊക്കെ ബുക്ക് ചെയ്യലും പോത്തിനെ വാങ്ങിക്കെട്ടലും തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഭയങ്കര വില കൂടുകയാണ്. ആളുകൾ ഇത് വാങ്ങുകയാണ്. ഇതിന്നിട്ട് വാങ്ങി ഈ ഒരു ബദരീങ്ങളെ ബർക്കത്ത് കിട്ടും. 313 പത്തിരി, ആ പത്തിരിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുകൊടുക്കുക, ഇവിടുന്ന് അങ്ങോട്ട് ഇറച്ചും ഇതോടെ കൊടുക്കുക. അങ്ങനെ അത് തിന്നാൽ ഭയങ്കര ബർക്കത്താണ് എന്ന് വിശ്വസിക്കുന്ന, നോമ്പ് നോൽക്കുന്ന എത്ര മുസ്ലിം സഹോദരങ്ങൾ, എത്ര ഉമ്മമാർ. എന്തിനേറെ ഈ റമദാൻ 17-നൊക്കെ ഒരു കോഴിനെ, അതായത് ശരിക്ക് കോഴി, തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ഇറങ്ങുമ്പോൾ തന്നെ വല്യമ്മ പറഞ്ഞൊരു വാക്ക് എന്താണ്? ഇതിലെ ആ ചേവരക്കൊയ്യ പൂവങ്കോഴിനെ ബദരീങ്ങളാണ്ടിലേക്ക് നീർച്ചാണ്. എന്തിനാണ്? മറ്റ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് അസുഖം വരാതിരിക്കാനും പെരുന്ത് റാഞ്ചി പോകാതിരിക്കാനും ബദരീങ്ങളെ കാവല് കിട്ടണം എന്ന് വിചാരിക്കുന്ന. എന്നിട്ട് ആ കോഴിനും പിടിച്ച് റംസാൻ 17 അന്ന് വരുന്ന എത്ര മനുഷ്യന്മാരുണ്ട്? ഉസ്താദിന്റെ അടുത്തേക്ക് പള്ളിക്ക് കൊണ്ടുവരുന്ന എത്ര ആൾക്കാരുണ്ട്? ഈ ഫൗണ്ടേഷൻ ഇല്ലാത്ത നോമ്പ് എന്തിന്? നമസ്കാരം എന്തിന്? പുണ്യങ്ങൾ എന്തിന്? അള്ളാഹു സ്വീകരിക്കാതെ പോകൂലേ? ഈ ഒരു ഗൗരവം നമ്മൾ അറിയണ്ടേ, നമ്മൾ പറയണ്ടേ? ഇതിന്റെ ഗൗരവത്തിലാണ്. എത്ര മനുഷ്യന്മാരാണ്. എന്നാൽ ബദർ നടന്ന സ്ഥലം മക്ക, മദീന, അവിടെ ഇപ്പൊ ആളുകൾ നമ്മളൊക്കെ നാട്ടിൽ നിന്ന് ഹജ്ജിനും ഉംറക്കും പോകുന്ന സമയമാണ്. അവിടെ ഒരു ബദരീങ്ങളാണ്ടിന് എന്തെങ്കിലും ഒരു പ്രത്യേകത, ഒരു ഒട്ടകത്തിനറക്കേ, ഒരു ആടിനറക്കേ, എന്തെങ്കിലും ഒരു സംഗതി സ്പെഷ്യലായിട്ട് അവിടെ എവിടെയുമില്ല. എന്നാലോ നമ്മളെ നാട്ടിൽ ഇത്രയാണ്. ഇവിടെയാണ് റമളാന്റെ ഇടക്ക് പറഞ്ഞ ഈ ആയത്തിന്റെ പ്രസക്തി. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്റെ അടിയാറുകൾ എന്നോട് ചോദിച്ചാൽ, എന്നെപ്പറ്റി ചോദിച്ചാൽ പറയണം പ്രവാചകരെ, ഞാൻ സമീപസ്ഥനാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവർക്ക് ഉത്തരം നൽകാം എന്നത് ബോധ്യപ്പെടുത്തേണ്ട സമയം കൂടിയാണിത്. നമ്മൾ കേൾക്കുന്ന, മനസ്സിലാക്കുന്ന, അറിയുന്ന നമ്മുടെ ബാധ്യതയാണ് ഇതിന് വർക്ക് ചെയ്യാന്നുള്ളത്. ഇത് പറഞ്ഞു കൊടുക്കുക. അതെ, ഈ ഒരു ഇറച്ചും പത്തിരിയൊക്കെ തിന്നുമ്പം അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തണം. കാരണം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് വളരെ ഗൗരവത്തിൽ, അതായത് ഹുർരിമ അലൈക്കുമുൽ മൈത വദ്ദമ വലഹ്മൽ ഇൻസീർ വമാ ഉഹില്ല ലിഗൈരില്ല. അല്ലാഹ് നിഷിദ്ധമാക്കിയിരിക്കുന്നു, ഹറാമാക്കിയിരിക്കുന്നു. ഉഹില്ല ലക്കുമുൽ മൈത, ആ മയ്യത്ത് തിന്നൽ, ശവം തിന്നൽ. അതെ, വദ്ദമ, രക്തം കുടിക്കൽ, വലഹ്മൽ ഇൻസീർ, പന്നി മാംസം കഴിക്കൽ, വമാ ഉഹില്ല ലിഗൈരില്ല, അല്ലാഹു അല്ലാത്തയുടെ പ്രീതിക്കായി
അറുക്കപ്പെട്ടത് കഴിക്കൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു, ഹറാമാക്കിയിരിക്കുന്നു പറയുമ്പം ബദരീങ്ങളെ പ്രീതിക്ക് അറുത്താൽ എങ്ങനെ കഴിക്കാൻ പറ്റും? ഗൗരവമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന വഴി മാറാതിരിക്കണം. ഇതറിയാതെ എത്രയോ ആളുകൾ ഇങ്ങനത്തെ അല്ലാത്ത പ്രീതിക്ക് അറുത്തത് കഴിക്കുന്ന ഈ റമദാനില് അത് ബോധ്യപ്പെടുത്താനാണ് കുറച്ച് അഡ്വാൻസ് ആയിട്ട് തന്നെ നമ്മൾ അറിഞ്ഞും ഒരു അറിവെന്നെങ്കിലും നിർത്താൻ, ഇത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ, ഒരു ഉമ്മയെങ്കിലും ഇത് കഴിക്കരുതെന്ന് ബോധ്യപ്പെടുത്താൻ, റമദാനിലെ അമല് മുഴുവൻ ബാത്തിലായി പോവെന്ന് പറഞ്ഞു കൊടുക്കാൻ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കെല്ലാവർക്കും സാധ്യമാകേണ്ടതുണ്ട്. ശിർക്ക് വരുന്ന വഴി എന്ന് പറഞ്ഞാൽ, അതെ, ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന പണി എന്ന് പറഞ്ഞാൽ അത് എവിടം തുടങ്ങും? ഓർത്തോക്കി. അതായത് ഒരു കുട്ടി ജനിച്ചാ തുടങ്ങി, ഒരു കുട്ടിയുടെ പ്രസവം മുതൽ തുടങ്ങി ശിർക്കിലേക്കുള്ള വഴി കാണാം. ആളുകൾ എന്ത് ചെയ്യും? ശിർക്കിന്റെ വഴി ആ കുട്ടി ജനിച്ച് 2 ദിവസം കഴിയുമ്പോഴേക്ക് കുട്ടിനെ കാണാൻ വരുന്ന പലരും അപ്പോഴാ ആളുകൾ ഇങ്ങനെ വന്ന് തുടങ്ങും. എന്നിട്ട് പറയും, അല്ല, ഒരു കരിവളട്ട് കൊടുത്തില്ല, ഒരു കറുത്ത ചരടി കുട്ടിയുടെ അരയിൽ കെട്ടിക്കൊടുത്തിട്ടില്ല, കവിളത്ത് ഒരു കറുത്ത ഒരു പൊട്ടും കാണും. എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ള എന്താ? ശിർക്കാണല്ലോ. എന്താ പറഞ്ഞത്? അത് കണ്ണേർ തട്ടാക്കാൻ, നാഗൂർ തട്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞത്. അപ്പോ ഈ കുട്ടിനെ ഗർഭാശയത്തിന്ന് എല്ലാ നിലക്കും വളർത്തിയ ആ ഒരു ബീജാണുവെന്ന് പൊക്കിൽ കൊണ്ടിന് വളർത്തിയ റബ്ബ് പോരെ നമ്മളെ കുട്ടിനെ കാക്കാൻ എന്നത് മറന്നുപോയി ഷിർക്കിലേക്ക് പോകുന്ന വഴി ആലോചിച്ച് നോക്കി. അവിടം തുടങ്ങും ഷിർക്ക്. ഇനി എവിടെ ഇത് അവസാനിക്കുക? ആശുപത്രിയിൽ നിന്ന് മടക്കി ഇനി കൊണ്ടുപോയിക്കോളൂ, ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് ആയുസ്സുണ്ടാകൂ എന്ന് ഡോക്ടർ വിധി എഴുതി വീട്ടിലേക്ക് പറഞ്ഞയച്ചാലും അതാ അവസാനാവുമ്പോഴും ഈ കുട്ടിനത്തേക്ക് വന്നതുപോലെ കുറെ ആളുകൾ രോഗം കൂടുതലാന്ന് പറഞ്ഞിട്ട് സീരിയസ് ആന്ന് പറഞ്ഞ് ഇങ്ങനെ കാണാൻ വരുമ്പോഴും അവിടെയും തുടങ്ങി ഈ വർത്തമാനം. അതെ, ഇന്ന പാപ്പന്റെ വെള്ളം, ഇന്ന തങ്ങളെ നൂല്, ഇന്ന ചരട്, ഇന്ന ഐക്കല്ല് കെട്ടിട്ട് ഇങ്ങനെ നീക്കി നടന്ന കഥയും കുറെ കാലം ജീവിച്ച കഥയും ഒക്കെ ഇങ്ങനെ കേട്ട് ഇതൊക്കെ കെട്ടി അവസാനം ഇതോടുകൂടി മരിക്കുന്ന എത്ര മനുഷ്യന്മാർ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ആയത്ത് റമദാന്റെ ഇടയ്ക്ക് എന്റെ അടിയാറുകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറയണം പ്രവാചകരെ, ഞാൻ സമീപസ്ഥനാണ്, അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് എന്നോട് പ്രാർത്ഥിക്കട്ടെന്നതിന്റെ ഗൗരവം, അതിന്റെ ഗാംഭീര്യത്തിന് ഉൾക്കൊള്ളാനും അങ്ങനത്തെ ഒരു ശിർക്കിന്റെ അംശം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ എല്ലാം നിഷ്ഫലമായി. ഈ പട്ടിണി കിടക്കലും നമ്മുടെ തറാവീഹും നമ്മുടെ സക്കാത്തും നമ്മുടെ എല്ലാ നോമ്പും നമ്മുടെ എന്ത് പുണ്യമുണ്ടോ അത് സകലതും നിഷ്ഫലമായി പോയി എന്നുള്ള ചിന്ത ഗൗരവമേറിക്കൊണ്ട് നമുക്ക് വരണം. എന്താണ് ഇതൊക്കെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയാന്നുള്ളത് ഈ ഹിദായത്ത് കിട്ടിയവർക്ക് മാത്രമേ കഴിയൂ. അല്ലാത്തവരെന്ത് ചെയ്യും? അതിനൊക്കെ ഒരു ന്യായം പറയും. എന്താ ന്യായം പറയാ? അവരൊക്കെ ഒരുപാട് നന്മ ചെയ്തോലല്ലേ, നമ്മൾ പാപികളല്ലേ, നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്തോലല്ലേ, ഉസ്താദ്മാർക്ക് ധാരാളം വിവരമുള്ളവരല്ലേ, ഇൽമുള്ളവരല്ലേ എന്നൊക്കെ പറയും. എന്നാ ഖുർആൻ നമുക്ക് പറഞ്ഞു തരണോ? അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, നിഷ്കളങ്കമായ കീഴ്വണക്കം അല്ലാഹ്ക്കുള്ളതാണ്. വല്ലദീന തഖദൂന മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹ്ക്ക് പുറമെ ഔലിയാക്കൾ വിളിക്കുന്നവർ പറയുന്നത്. അതെ, മലയാളത്തിൽ പരിഭാഷയിൽ രക്ഷാധികാരി എന്നാണ് ആ പദത്തിന് ഔലിയ എന്നുള്ളതിന് കൊടുത്തത്. അല്ലാഹ്ക്ക് പുറമെ ഔലിയാക്കൾ വിളിക്കുന്നവർ പറയുന്നത് മാ നഅബ്ദുഹും, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല, ഔലിയാക്കൾ ആരാധിക്കണില്ല, ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് അടുപ്പിച്ചേരാൻ വേണ്ടിയിട്ടല്ലാതെ. അതെ, അല്ലാഹുവിലേക്ക് അടുക്കാനാണ് അന്ന് മക്കയിലെ മുശ്രിക്കുകൾ ഔലിയാക്കളെ വിളിച്ചത്. ആ വിളി വിളിക്കുമ്പോഴാണ് സത്യത്തിൽ നോക്കിങ്ങൾ മക്കയിലെ ആ ഒരു ചരിത്രം, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പം തന്നെ നബി ആകുന്നതിന് മുമ്പ് തന്നെ എന്തുണ്ട്? അവിടെ കഅബാലയത്തിൽ ഹജ്ജ് ചെയ്യുന്നവരുണ്ട്. എന്നിട്ട് മക്കയിലെ മുശ്രിക്കുകൾ അവിടെ കഅബാലയം പുതുക്കി പണിയുമ്പം ചൂത് കളിച്ചതും മറ്റ് പല രൂപത്തിൽ അവീതത്തിലുണ്ടാക്കിയ പൈസയുണ്ട്. പക്ഷേ
അവരന്ന് തീരുമാനിച്ചത്, അവരെ ഈമാൻ നോക്കിങ്ങൾ മറ്റൊരർത്ഥത്തിൽ ശിർക്കിന്റെ ആ ഒരു ഗൗരവം മനസ്സിലാൻ ആ ഒരൊറ്റ സംഭവം മതി. അവരന്ന് തീരുമാനിച്ചെന്താ? അള്ളാന്റെ വീട് പണിയാൻ ഹലാലായ പണം ഇല്ലാത്തത് കൊണ്ട് അത് ഈ ചൂത് കളിച്ചതും മറ്റു രീതിയിൽ ഉണ്ടാക്കിയതൊന്നും അള്ളാന്റെ ഭവനം പണിയാൻ പറ്റില്ല എന്നാണ് മക്കയിലെ മുശ്രിക്കുകളുടെ തീരുമാനം. എന്നിട്ട് ഇപ്പോഴും നമ്മൾ കഅബയിൽ പോകുമ്പോൾ കാണാം, എന്താ കാണുന്നത്? ഒരു മാർബിൾ പതിച്ച സ്ഥലം. അതെന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണിന് മുമ്പ് കഅബാലയം പുതുക്കി പണിയുമ്പം ഹലാലായ പണമില്ലാഞ്ഞിട്ട് മാറ്റിവെച്ച സ്ഥലമാണ്. ആര്? മക്കയിലെ മുശ്രിക്കുകൾ. ഇപ്പോഴും അങ്ങനെ ഉണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുമായി തവാഫ് ചെയ്യുമ്പം ആയിഷ റളിയല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ, എനിക്ക് കഅബത്തിന്റെ ഉള്ളിൽ കയറി നിസ്കരിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ റസൂൽ പറഞ്ഞതാ, ഇതിന്റെ ഉള്ളിൽ കയറിക്കോ. ഇത് ആ മാർബിൾ പതിച്ച സ്ഥലം ഇത് കഅബത്തിന്റെ ഉള്ളാണ്. അന്ന് ഹലാലായ പണമില്ലാഞ്ഞിട്ട് മാറ്റിവെച്ച സ്ഥലമാണ് ഇത് എന്ന് നോക്ക് നിങ്ങൾ. അത്രയും അള്ളാഹുവിൽ വിശ്വാസമുള്ളവർ, അവരോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്, തൗഹീദ് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ രണ്ട് പടച്ചോനുണ്ടെന്ന് മക്കയിലൊരു മുശ്രിക്കും പറഞ്ഞിട്ടില്ല. അവരൊക്കെ വാദം എന്താ? അള്ളാഹിലേക്ക് അടുപ്പിക്കാനാണ് ഈ ഔലിയാക്കളെ വിളിക്കുന്നതാണ്. അതെ, ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ മഹാന്മാരും ഔലിയാക്കളും ആയിരുന്ന ആളുകളാണല്ലോ. അവര് ഹജ്ജിനൊക്കെ പായസം വെച്ച് കൊടുത്ത, സൗജന്യമായി ദാനം ചെയ്ത, ഇന്നും ഹജ്ജിനും ഉംറക്കും പോകുന്നവർക്കൊക്കെ ദാനം കിട്ടാത്ത ആരും ഉണ്ടാവില്ല. എല്ലാ സാധനവും ഇങ്ങനെ കൊടുക്കും. അതെ, അത്ര അതിലേറ്റവും ഫേമസ് ആയി ദാനം ചെയ്ത ആൾക്കാരാണ് ആ ഔലിയാക്കളാണ് ലാത്തയും ഉസ്സയും മനാത്തൊക്കെ. അവരൊക്കെ വിളിക്കണെന്തിനാ? അള്ളാഹിലേക്ക് അടുപ്പിക്കാനാണ്. അതാണ് ശിർക്കല. രണ്ട് പടച്ചോണ്ടത് പറഞ്ഞതല്ല റസൂലിന്റെ കാലത്ത്. അവരോട് ചോദിച്ചാൽ ഖുർആൻ പറയുന്നുണ്ട്, ആകാശങ്ങളിൽ സൃഷ്ടിച്ച ആരാൻ ചോദിച്ചാൽ അവര് പറയും അള്ളാഹുവാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഫൗണ്ടേഷൻ ശരിയാകാത്ത നമസ്കാരമോ നോമ്പോ സക്കാത്തോ ദാനമോ ഒന്നും റബ്ബ് കബൂൽ ചെയ്യുകയില്ല. ഈ ബോധ്യത നമുക്കുണ്ടാകുകയും ഇത് ശരിക്ക് ഈ ഒരു സമയത്ത്, ഈ റമളാന്റെ പ്രത്യേകമായ ഇനി വരാൻ പോകുന്ന റമളാനും ബദരീങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട ഈ ഒരു സമയത്ത്, ആ ഒരു ആണ്ട് സമയത്ത് അവരെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഭാരിച്ച ഉത്തരവാദിത്തം കൂടി ഈ റമളാനിൽ നമ്മൾക്കുണ്ട്. അവർ നരകത്തിലേക്ക് പോകരുത്. ശിർക്ക് വന്നോ അമല് മുഴുവൻ ബാത്തിലാണ്. പിന്നെ ഒന്നുമല്ല ശിർക്ക്. അള്ളാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ പഠിപ്പിക്കുന്നത് സൂറത്ത് സുമറിൽ നമ്മൾ പഠിപ്പിക്കുന്നതും, വലക്കത് ഊഹിയിലേക്ക, നിനക്ക് വഹി നൽകിയിട്ടുണ്ട്, വൈലദീ മിൻ ഖബരിക, നിനക്ക് മുമ്പുള്ളവർക്കും വഹി നൽകിയിട്ടുണ്ട്, ലൈൻ അശ്റക്ത, നബിയേ നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ ലയഹ്ബത്തന്ന അമലുക, അമല് മുഴുവൻ ബാത്തിലാകും, വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടകാരികൾ ഉൾപ്പെട്ടു പോകും. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി വഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആർക്ക് ശിർക്ക് സംഭവിച്ചോ, ആ ശിർക്കോട് കൂടി മരിച്ചോ, അവന് സ്വർഗം നിഷിദ്ധമാണ്. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ മദ്രസയിൽ, കുറേ കാലം തെറ്റുള്ള ശിക്ഷകളുടെ അവസാനം നരകത്തിൽ രക്ഷപ്പെടും. അതിൽ പോലും പെടാത്തവരായി മാറിപ്പോകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, അതേ വല്യമ്മമാർ, അയൽവാസി അങ്ങനെയാകുമ്പോൾ ഇത് അരുതാത്തതാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരിച്ചു വിളിക്കേണ്ട ഉത്തരവാദിത്തം സഹോദരങ്ങളെ, ജുമാഅത്ത് ഖുതുബ കേൾക്കുന്ന, ഈ റമളാനിലെ ഖുതുബ കേൾക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയായി കാണാൻ നമുക്ക് സാധ്യമാകണം. റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. ഗൗരവമാണ് ആ കാര്യം. അതുകൊണ്ട് ശിർക്കിലേക്ക് പോകാൻ പാടില്ല. അത് വന്നാൽ കഴിഞ്ഞ്. അതുകൊണ്ട് പ്രാർത്ഥന മുഴുവൻ നമ്മൾ അവരോട് ചോദിക്കാം, അവരോട് പറഞ്ഞു കൊടുക്കാം. അതേ, ഖുർആനിലെ മുഴുവൻ ദുആകളും നമുക്കറിയാവുന്ന, ഇപ്പോ റമളാനിൽ പ്രത്യേകമായി ഖുർആൻ ഇങ്ങനെ ഓതുമ്പം നമുക്കറിയാവുന്ന പ്രാർത്ഥനകൾ മാത്രം എടുത്താൽ മതി. എന്താണ്? ഖുർആനിലെ മുഴുവൻ പ്രാർത്ഥനയും അല്ലാഹുമ്മ റബ്ബന എന്നല്ലാത്തൊരു ദുആ ഉണ്ടോ? ഹദീസിലെ മുഴുവൻ ദുആകളും അങ്ങനെയാണ്. എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും ഖുർആൻ എന്ത് പറയുന്നു, ഹദീസ് എന്ത് പറയുന്നു എന്ന് നോക്കിയാൽ പ്രശ്നം തീർന്നല്ലോ. ഇതിന് കക്ഷ്യം മറ്റൊന്നുമില്ലല്ലോ. അതായത് ഖുർആനിൽ നോക്കൂ, ഏത് പ്രാർത്ഥന
ആദ്യ പിതാവായ ആദനമിയും അവ്വാഹുമയും ആ പഴം തിന്നുമ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് അവരോട് പറഞ്ഞൂടെ? നമുക്കെല്ലാവർക്കും അറിയില്ലേ? അവരും പ്രാർത്ഥിക്കണില്ലേ? റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബേ, ഞങ്ങൾ ആ പഴം തിന്നു തെറ്റ് ചെയ്തു പോയി, അതുകൊണ്ട് വഇല്ലം തഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുറത്തിറങ്ങേ പടച്ചോനെ, ഇല്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടകാര്യ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകും അല്ലാ എന്ന് പറഞ്ഞ് നമ്മുടെ ആദ്യ പിതാവും മാതാവും റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. നൂഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞല്ലോ, ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, രാപ്പകല്ലാതെ റബ്ബി ഇന്നി ദഅഉതു ഖൗമി, റബ്ബേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര പ്രാർത്ഥന! അതെ, തുടർന്ന് ഓരോ പ്രവാചകന്മാരുടെയും പ്രാർത്ഥന, റബ്ബിഖദ് ആതൈതന മിനൽ മുൽക്ക്, അല്ലാഹുവേ രാജാധികാരം നൽകി, വഅല്ലംതനി തഹ്വീൽ ഹദീസ്, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം, മനുഷ്യൻ പറഞ്ഞതിന്റെ വ്യാഖ്യാനം ചിലത് എനിക്ക് പഠിപ്പിച്ചു തന്നു. ഫാത്തിറസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെ അധിപനായ പടച്ച റബ്ബേ, അൻത വലിയ്യി ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും പരലോകത്തും നീയാണ് എന്റെ രക്ഷാധികാരി. റബ്ബേ തവഫനി മുസ്ലിമ വൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ ഇവിടുന്ന് എടുക്കും മുസ്ലിമായി മരിപ്പിക്കണം, സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തണം. യൂസുഫ് നബി പ്രാർത്ഥന ഒക്കെ റബ്ബിനോട് ഏതെടുത്താലും, ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയും കഅബാലയം പണിയുമ്പം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം, കേൾക്കുകയും അറിയിച്ചെന്ന റബ്ബേ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന. അതെ, അയ്യൂബ് നബിക്ക് വലിയ രോഗം വന്ന് കുടുംബക്കാരകന്ന് എല്ലാ നിലക്കും പ്രയാസത്തിൽ അകപ്പെടുമ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന. അതേ, പ്രതിസന്ധി വരുമ്പോൾ ആൾക്കാരെ എങ്ങോട്ടൊക്കെ പോകുന്നത്? ആ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? അതേ, രോഗമായി എല്ലാം മാറ്റപ്പെട്ട് ആരും നോക്കാനില്ലാത്ത അവസ്ഥ വന്നാൽ പോലും റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം, അന്നീ മസ്നിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ, കാരുണ്യവാനും കരുണാവരിയുമായ അല്ലാഹ് ഈ രോഗം ശിവപ്പെടുത്തണം എന്നുള്ള പ്രാർത്ഥന. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹായ സന്താനത്തെ തായോ എന്ന് സക്കരിയ നബിയും ഇബ്രാഹിം നബിയും ആ വാർദ്ധക്യത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന. ഏതെടുത്താലും എന്ത് പ്രശ്നങ്ങളിലും ഖുർആനിലെ ഏത് പ്രാർത്ഥന റബ്ബന അല്ലാഹുമ്മ എന്ന ദുആ കാണാൻ പറ്റുമോ? റസൂലുള്ളാഹി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിൽ നന്മ നൽകണേ, പരലോകത്ത് നന്മ നൽകണേ, നരകശിക്ഷ കാക്കണേ. എന്തെടുത്താലും ഇത് നമുക്ക് ആർക്കും അറിയാവുന്ന, നമ്മളെപ്പോഴും കേൾക്കുന്ന പ്രാർത്ഥനകളാണ്. അതെ, ഖുർആനിൽ ഏതെടുത്താലും അല്ലാഹുവോട്. ഇനി നമുക്കവരോട് പറയാം, ഹദീസിലേക്ക് കടന്നാലും അതെ അങ്ങനെ തന്നെ. രാവിലെ ഉണരുമ്പോഴുള്ള പ്രാർത്ഥന മുതൽ എന്തെടുത്തു നോക്കൂ, അതൊക്കെ റബ്ബിനോട്. അൽഹംദുലില്ലാഹി അഹ്യാന ബഅദ മാ അമാതന വഇലൈഹിൻ നുശൂർ. ബാത്റൂമിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ഒക്കെ റബ്ബിനോട്. രാത്രി കടക്കുമ്പോൾ അവസാനത്തെ പ്രാർത്ഥന വരെ ബിസ്മിക അല്ലാഹുമ്മ അഹ്യാമതൊക്കെ അല്ലാഹുവോട്. ഇങ്ങനത്തെ അല്ലാത്തൊരു പ്രാർത്ഥന ഒരു ഇടയിൽ ഒരാളെ വെച്ച് ഒരു അക്ജാബ് ദ്വാ ഖുർആനിലോ ഹദീസിലോ കാണാനേ സാധ്യമല്ലല്ലോ. എന്നിട്ടും എന്താണ് ഇങ്ങനെ ആകുന്നത്? അതുകൊണ്ട് ഇതിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളുകയും ഇത് എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി റമളാനിൽ നിർവഹിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം. അങ്ങനെ നമ്മൾ വഴി ഒരാള് സന്മാർഗം സിദ്ധിക്കാൻ നിമിത്തമായാൽ ഖൈറുൽ ലക ദുനിയ വമാ ഫീഹ, ദുനിയാവും അതിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും മഹത്തരമാണ് എന്നത് ഉൾക്കൊണ്ട് ഈ ഡ്യൂട്ടി നിർവഹിക്കാൻ, ഈ ദൗത്യം നിർവഹിക്കാൻ കൂടി നമുക്ക് റമളാനിൽ സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമുത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമേ എന്ന് എന്നോടൊന്നപ്പോൾ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു സത്യവിശ്വാസിക്ക് 3 ഗുണങ്ങളാണ് പ്രധാനമായും ഖുർആൻ പഠിപ്പിക്കുന്നത്. ആ ഗുണങ്ങൾ ഉള്ളവനാണ് ഒരു സത്യവിശ്വാസി. റമളാനിൽ ഖുർആനുമായി ഒരു കെട്ടിപ്പണഞ്ഞ ബന്ധമാണ് നമുക്കുണ്ടാവേണ്ടതെന്നറിയാം. ഖുർആൻ ഓതാൻ അറിയാത്ത ഒരാളെന്ത് ചെയ്യണം? ഓതാൻ അറിയാതെ ബുദ്ധിമുട്ടായി പ്രയാസപ്പെട്ട് തപ്പിത്തടഞ്ഞ് ഓതുകയാണെങ്കിൽ ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പലരും ഖുർആൻ അർത്ഥം പഠിക്കണം കേട്ടോ, അത് ഓതിയ തെറ്റും അർത്ഥം വെച്ചാൽ തെറ്റും, അത് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാണ് ഉസ്താദുമാരിൽ പലരും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മളിതൊന്നും പഠിക്കൂല. ഒരാവശ്യം വരുമ്പോ നമ്മളെന്ത് ചെയ്യും? അപ്പോ അത് ഉസ്താദിനോട് ചോദിച്ചാൽ മതി എന്ന് പറയും. ഇത് അങ്ങനെ എല്ലാം ഉസ്താദിനോട് ചോദിക്കും. അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഉസ്താദിനെ ആശ്രയിക്കേണ്ട ഒരവസ്ഥ. എന്നാ ഉസ്താദുമാരൊരു കാര്യം നേരിട്ട് പറഞ്ഞു തരുമോ? അതുമില്ല. അതൊക്കെ ഞങ്ങൾക്കറിയാം, അതിങ്ങനെ മതി എന്നൊക്കെ പറയും. എന്തിനേറെ എന്നിട്ടാണല്ലോ ആളുകൾ കുടുങ്ങുന്നത് ഈ ഒരു ഖുർആന്റെ അർത്ഥസഹിതം പഠിക്കാൻ. എന്തിനേറെ ഒരു വീട് താമസിക്കണം, ഒരു കല്യാണം നിശ്ചയിക്കണം. അപ്പൊ ആര് വേണം? ഉസ്താദ് വേണം. എന്തിനാ? നല്ല ഡേറ്റ് ഏതാന്ന് നമുക്കറിയില്ല, നല്ല ഡേറ്റ് ഏതാന്നറിയില്ല. അപ്പൊ ഉസ്താദ് ഇങ്ങനെ കറണ്ടൊക്കെ എടുത്തിട്ട് അത് ഒടുക്കത്തെ ബുധനാഴ്ചയാണ്, അത് പറ്റൂല, മറ്റേ ചൊവ്വാഴ്ചയാണ്, അങ്ങനെ വെറുതെ ഇങ്ങനെ പറയാ. ശരിക്കും ആലോചിച്ച് നോക്കി, ഒരു വചനങ്ങാനും ഞമ്മക്കറിഞ്ഞാൽ എന്തേ ഉള്ളൂ? സൂര്യനുദിക്കുന്ന എല്ലാ ദിവസവും നല്ല ദിവസമാണെന്ന് ആര് പറഞ്ഞിട്ട്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ വാക്ക്, ആ ഹദീസ് ഉസ്താദ് പറഞ്ഞോടുകൂടി ഇനി അടുത്ത ഇത് നിങ്ങൾ വേണ്ട, ഞങ്ങൾ മതി എന്ന് ആര് പറയും? അതുകൊണ്ട് അവര് ഉസ്താദ് പറഞ്ഞു കൊടുക്കൂല. അപ്പൊ നമ്മൾ പ്രശ്നം വരുമ്പോ എന്ത് ചെയ്യും? ഇങ്ങനെ ഓരോരുത്തരെ സമീപിക്കും. ഇങ്ങനത്തെ ഒരാൾ വരേണ്ടി വരും എല്ലാത്തിനും. അതെ, അതിൻ്റെ ഒരു ആവശ്യം വരൂല. എന്തുണ്ടെങ്കിൽ നമ്മൾക്ക് സാധാരണ ജനറൽ നോളജ് എന്നൊക്കെ പറയും പോലെ ദീനെക്കുറിച്ചൊരു നോളജ് നമുക്കുണ്ടെങ്കിൽ, ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ ഇങ്ങനെ ആശ്രയിക്കേണ്ട അവസ്ഥ വരില്ല. അവിടെയാണ് നമ്മളിത് പഠിക്കേണ്ടത്. അർത്ഥസഹിതം ഖുർആൻ പഠിക്കുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവില്ല. എന്നിട്ട് ഇങ്ങനെ പഠിക്കുന്ന ഒരാളെ ഗുണം, ഈ 3 ഗുണം നമുക്കുണ്ടോയെന്ന് നോക്കുക. സൂറത്ത് അൻഫാലിലെ 2-ാമത്തെ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായും ഒരു യഥാർത്ഥ മുഅ്മിൻ, ഒരു സത്യവിശ്വാസി, ഇദാ ദുഃഖിറല്ലാഹ്, അള്ളാനെ പറ്റി കേട്ടാൽ, വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിക്കും, റബ്ബിനെ പറ്റി കേട്ടാൽ, അതായത് കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്താൽ, ഓർക്കുകയോ ഓർമ്മിപ്പിക്കുകയോ ചെയ്താൽ എന്ത് ചെയ്യും? വജിലത്ത് ഖുലൂബും, കൽബ് വറക്കും. ഞമ്മക്കൊക്കെ പലപ്പോഴും പേടിച്ചിട്ട് വരച്ചിട്ടുണ്ട്, പനിച്ചിട്ട് വരച്ചിട്ടുണ്ട്, തണുത്തിട്ട് വരച്ചിട്ടുണ്ട്, പല രൂപത്തിൽ നമുക്ക് വരച്ചിട്ടുണ്ടാവും. പക്ഷെ റബ്ബിനെ പറ്റി കേട്ടാൽ ഒരു മുഅ്മിൻ, തീർച്ചയായും സത്യവിശ്വാസികൾ, ഇദാ ദുഃഖിറല്ലാഹ്, അള്ളാനെ പറ്റി കേട്ടാൽ കൽബ് വറക്കും. ആ ഒരു റേഞ്ചിക്ക് നമ്മുടെ ഈമാനെത്തിയോ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പല പറയും നമുക്ക് വന്നിട്ടുണ്ട്, റബ്ബിനെ പറ്റി കേട്ട് കൽബ് വറക്കണം. അതെ, ഒരു തെറ്റിലേക്ക് പോകുമ്പോഴേക്ക് ഇന്നി അഖാഫുല്ലാഹ്, അള്ളാനെ ഭയക്കുന്നു, ഇത്തഖില്ലാഹ്, പടച്ചോനെ പേടിച്ചോളിട്ടോ എന്ന് തിന്മയിലേക്ക് പോകുമ്പോൾ, വ്യഭിചാരത്തിലേക്ക് പോകാൻ നോക്കിയ ആ യുവാവിനോട് ആ പെൺകുട്ടി പറഞ്ഞപ്പം വിറച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടിയ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? അള്ളാനെ പറ്റി കേൾക്കുമ്പം കൽബ് വിറക്കുന്ന ഒരവസ്ഥയുള്ളവനാണ് യഥാർത്ഥവും. ഒരു തിന്മയിലേക്ക്, മൊബൈലിലൊക്കെ മറ്റുള്ളതിലേക്ക് പോകുമ്പോൾ അള്ളാനെ ഓർത്തിട്ട് മാറുന്ന അവസ്ഥ, അതുണ്ടാകുമ്പോഴാണ് ഈമാനുള്ള യഥാർത്ഥ മുഅ്മിനാകുക. അത് എന്ത് തെറ്റിലേക്ക് പോകുമ്പോഴും അള്ളാനെ ഓർത്തിട്ട് ഓർത്താൽ കൽബ് വറക്കണം. 2-ാമത്തെ ഗുണം, വഇദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാത്തുൻ, വിശുദ്ധ ഖുർആന്റെ ആയത്തായിട്ട് ഓതി കേൾപ്പിച്ചാൽ സാദത്തും ഈമാന, ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. അതെ, നമുക്ക് പലപ്പോഴും നിങ്ങൾ നോക്കൂ, ശരിക്ക് സഹാബത്തൊക്കെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചാൽ ഒരു ശബ്ദം ഉണ്ടാവും പോലെ ഖുർആൻ ഇങ്ങനെ കേട്ട് തേങ്ങി തേങ്ങി കരയുമായിരുന്നു. ഒരു ചേന്നുള്ള ശബ്ദം ഉണ്ടാവുന്ന അത്രക്ക് ഖുർആൻ കേൾക്കുമ്പോൾ, ഖുർആന്റെ അർത്ഥം പഠിക്കുമ്പം, അത് ഉൾക്കൊള്ളുമ്പം അവരുടെ മനസ്സിലുള്ള ഈമാനാണ് അവർക്ക് ആ ശബ്ദം വരുന്നത്. അതേ, ഈ ഹറമിലെ ഓത്തൊക്കെ കേൾക്കുമ്പോൾ ആ അർത്ഥസഹിതം കരയുമ്പോൾ, ഇപ്പുറത്തുള്ള അവിടെയുള്ള ആളുകൾ കരയുമ്പോൾ അവർക്കത് ഉൾക്കൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഈമാൻ വർദ്ധിക്കുന്നതിൽ ഖുർആന്റെ പഠനം നമുക്ക് ഉണ്ടാകുന്നുണ്ടോ? സാദത്തും ഈമാൻ വർദ്ധിക്കും. നമ്മളും അവിടെ എന്തോ പല നിരക്ക് നമ്മളൊക്കെ കരഞ്ഞുണ്ട് അല്ലേ? ഒരു രോഗിനെ കണ്ട്, നമ്മളേറ്റവും അടുത്ത ആളാണ്, അങ്ങോട്ട് കൊണ്ട് സംസാരിക്കാൻ കഴിയാതെ കണ്ണിന് വെള്ളം വന്നിട്ടുണ്ട്, രണ്ടാക്കും ബോധം കെട്ട് വീണിട്ടുണ്ട് പലപ്പോഴും. ചിലപ്പോ ഗൾഫിലേക്ക് ഒരു യാത്ര അയക്കുമ്പോഴേ അവിടെ ഭാര്യയോ കുട്ടിയോ വേറെ ആരൊക്കെ ബോധം കെട്ട് വീഴാറുണ്ട്. അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഖുർആൻ കേട്ട് ബോധം കെട്ട് വീണ സഹാബിയുണ്ട്. ആ നരകത്തെക്കുറിച്ച് തലയോട്ടി ഉരുകുന്ന നരകം എന്നുള്ള ആയത്ത് കേട്ട്, ഫൻദർത്തുക്കും ആയത്ത് കേട്ടപ്പോ ബോധം കെട്ട് വീണു. പക്ഷെ നമുക്ക് ഈ ഖുർആൻ ശരിക്ക് സ്വാധീനിക്കുന്നുണ്ടോ? ഖുർആൻ ആ നിലക്ക് ഉൾക്കൊള്ളാൻ തട്ടി നമ്മൾ യഥാർത്ഥ ഈമാനുള്ളവരാകുണ്ടോ? ഒരു മുഅ്മിനാണെങ്കിൽ
വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാതു ഈമാന. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ കേട്ടാൽ ഈമാൻ അവർക്ക് ഇങ്ങനെ വർദ്ധിച്ചു വരും. അതെ, ഒരുപാട് കരഞ്ഞിട്ടുണ്ട് നമ്മൾ. ഒരു മരണത്തെ, ഒരു മയ്യത്ത് കണ്ട് കരഞ്ഞവരുണ്ട്, പലതുമുണ്ട്, എന്തിനൊക്കെ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ഖുർആൻ ഉൾക്കൊണ്ടുകൊണ്ട് കരയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അത് ഉൾക്കൊള്ളും. ആ നിലക്ക് ഉള്ളിൽ തട്ടിട്ട് തീർച്ചയായും മുഅ്മിനാണെങ്കിൽ അള്ളാഹിനെ പറ്റി കേട്ടാൽ കൽബ് ഉറക്കുകയും വിശുദ്ധ ഖുർആന്റെ ആയത്ത് കേട്ടാൽ ഈമാൻ വർദ്ധിക്കുകയും, മൂന്നാമത്തെ ഗുണം വഅലാ റബ്ബിഹിം യതവക്കലൂൻ, എല്ലാം റബ്ബിൽ തവക്കുലാക്കും. അതെ, എല്ലാം പടച്ചോലേക്കാട്ട് അർപ്പിക്കും. എന്ത് പ്രതിസന്ധിയും പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം അലല്ലാഹ് എന്നുള്ള ഈമാന്റെ റേഞ്ച് കടത്തും. പിന്നെ ഒന്നും ഭയം ഉണ്ടാവില്ല. കാരണം റബ്ബിലേക്ക് അർപ്പിച്ചിട്ടുണ്ട്. ഞാൻ സ്വസ്ഥമായിരിക്കും. ആ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിലേ സഹോദരി സഹോദരന്മാരെ നമുക്ക് രക്ഷയുള്ളൂ. അള്ളാഹു അങ്ങനത്തെ ഈമാൻ നമുക്ക് ഈ ഖുർആന്റെ പഠനത്തിലൂടെ നേർത്തി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ പടച്ചവൻ പുറത്തിരുമാറാകട്ടെ. സഹോദരങ്ങളെ,